നമസ്കാരം. ഇലക്ഷൻ പ്രഖ്യാപനം കഴിഞ്ഞ് സിനിമാ താരങ്ങളുടെ ഒരു നീണ്ട നിരയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളായിട്ട് ഉള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സ്ഥാനാർത്ഥികൾ കൂടുതൽ സിനിമാ താരങ്ങളെ ഇറക്കുന്നത് 2020 ആണ്. 2020 കൃത്യമായി താരങ്ങളെ ഇറക്കി തന്നെ കളം പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ 2020 ഇറക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ലക്ഷ്മിപ്രിയ താരസംഘടന അമ്മയുടെ വൈസ് പ്രസിഡൻ്റാണ്. ദീർഘകാല സിനിമാ മേഖലയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു വനിത എന്ന നിലയിൽ അവരുടെ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. ലക്ഷ്മിപ്രിയനെ ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് പെരുമ്പാവൂരാണ്. 2020 പെരുമ്പാവൂരിൽ ലക്ഷ്മിപ്രിയയെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റുമാനൂരിൽ നടി വീണ നായർ. നടി വീണ നായരെ നമുക്കറിയാം, സിനിമ താരം തന്നെയാണ്. മിനി സ്ക്രീനിലും മിന്നിത്തിളങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ മേഖലയിലും കൈവച്ച് വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ വീണ നായരിനെ ഏറ്റുമാനൂർ സ്ഥാനത്ത്, ഏറ്റുമാനൂർകാരിയാണ് വീണ നായർ, അതുകൊണ്ട് തന്നെയാണ് ഏറ്റുമാനൂർ എന്നാണ് വീണ നായർ തന്നെ പറഞ്ഞിരിക്കുന്നത്. വീണ നായരിനെ 2020 സ്ഥാനാർത്ഥിയെ BJPയുമായുള്ള കക്ഷിയാണ്, NDA മുന്നണിയിലാണ് ഇവർ മത്സരിക്കുന്നത്. അതോടൊപ്പം തൃപ്പൂണിത്തറയിൽ അതാണ് അഞ്ജലി നായർ സിനിമാ നടിയാണ്. താരസംഘടന അമ്മയിലെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഈ താരസംഘടന അമ്മയിൽ നിന്നാണ് ഇവരൊക്കെ എത്തുന്നതെന്നും കൂടെ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. അമ്മയിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഇവർക്കൊക്കെ വേറെ ലെവലിലേക്ക് മാറാൻ പറ്റുന്നു, സ്ഥാനാർത്ഥിയാകാൻ പറ്റുന്നു. അഞ്ജലി നായർ തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയാകും. തൃപ്പൂണിത്തുറയിൽ നമുക്കറിയാം, നല്ലൊരു ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് തൃപ്പൂണിത്തുറയിൽ. അഞ്ജലി നായർ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു, 2020 സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. അവിടെ ആദ്യം അഖിൽ മാരാറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 2020 ആണ് കൂടുതൽ സ്ഥാനാർത്ഥികൾ. അഖിൽ മാരാറിനെ തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയാവുന്നു 2020. അഖിൽമാരാർ ബിഗ് ബോസിലൂടെയാണ് അഖിൽമാരാറിനെ ശരിക്കും പുറം ലോകം അറിഞ്ഞു തുടങ്ങി. അതിന് മുമ്പ് സിനിമയിലുണ്ടായിരുന്നു, സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, സിനിമ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആളാണ്. പിന്നീട് ബിഗ് ബോസിൽ വന്നതിന് ശേഷം വലിയ രീതിക്ക് ചർച്ചകളും വലിയ വിവാദങ്ങളും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ്. വിവാദങ്ങളിലെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ അഖിൽമാരാറിനെയാണ് ആദ്യം പ്രഖ്യാപിച്ച. അഖിൽമാരാറിനെയായിരുന്നു. തൃക്കാക്കരക്കാരനാണ് എന്നാണ് അഖിൽമാർ. കൊട്ടാരക്കരയാണ്, എന്നാൽ ഞാൻ തൃക്കാക്കരക്കാരനാണെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അഖിൽമാരാർ ഉണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യത്തോട് കാണുന്നത് ഇനിയിപ്പം മെയിൻ സ്ഥാനാർത്ഥികളെ പിഷാരടി. നമുക്കറിയാം, ഇലക്ഷൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പിഷാരടിയുടെ പേര് ആദ്യം തൊട്ടുണ്ടായിരുന്നു. നടൻ പിഷാരടി തൃപ്പൂണിത്തുറയിലാകുമെന്നായിരുന്നു ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസിൻ്റെ. പക്ഷേ 2 സ്ഥലം പറഞ്ഞു, ഒന്ന് പാലക്കാട്, തൃപ്പൂണിത്തുറയും. പിഷാരടി ഇപ്പോൾ പാലക്കാട് UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. പാലക്കാട് വലിയ ടൈറ്റ് മത്സരം നടക്കുന്നൊരു മണ്ഡലമായിരിക്കും. BJPയുടെ ശോഭാ സുരേന്ദ്രനാണ്. LDFിൻ്റെ ഒരു ഭയങ്കര ഒരു ചർച്ച തന്നെ. LDFിൻ്റെ ഒരു ആളെ പേയ്മെൻറ്റ് പോലെയാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നതെന്ന് ചർച്ച വരുന്നുണ്ട്. കാരണം സത്യസന്ധമായ കാര്യം തന്നെയായിട്ട് തന്നെ കാണും. ഒരു ഹോട്ടൽ വ്യവസായി സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുണ്ട്. അത് അത്രയും പ്രതീക്ഷയില്ലാത്തൊരു മണ്ഡലം ആയതുകൊണ്ടാണ്. പക്ഷെ അവിടെ നേർക്ക് ഫൈറ്റ് വരുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. രമേശ് പിഷാരടിയും BJPയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും. വലിയ ടൈറ്റ് മത്സരം വരുന്ന ഒരു മണ്ഡലമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് വിജയിച്ചത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടം വിചാരിച്ചത്. ആ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചതിന് ശേഷം ഒരു പെൺ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയ സാഹചര്യത്തിലാണ് ഇവിടെ ആര് സ്ഥാനാർത്ഥിയാകണമെന്നൊരു ചർച്ച വന്നപ്പോഴാണ് രമേശ് പിഷാരടിയുടെ പേര് അവിടെ എല്ലാവർക്കും തൃപ്തി എന്ന നിലയിലേക്ക് തന്നെ വന്നത്. കാരണം അവിടെ ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത, വലിയ രീതിയിൽ തന്നെ കോൺഗ്രസ് മണ്ഡലം നിലനിർത്തി പോകുന്നൊരു മണ്ഡലത്തിലേക്ക് ഒരാൾ വരുമ്പോൾ ഈ ഷാഫി പറമ്പിലിലേക്ക് ഒരു പിന്തുണ വേണം, ഷാഫി പറമ്പിലിൻ്റെ ഒരു നിർദ്ദേശം വേണം. അതോടൊപ്പം തന്നെ നിലവിലെ ഉണ്ടായിരുന്ന MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പിന്തുണ വേണം. ഇവരൊക്കെ ആലോചിച്ച് ഒരു സ്ഥാനാർത്ഥി നിർത്താൻ പറ്റും. അല്ലാതെ ഒരാളെ കൊണ്ട് പെട്ടെന്ന് ഇറക്കി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ സഹകരിക്കില്ല എന്ന നിലയിലേക്കൊക്കെ വന്നതിന് ശേഷമാണ് ഇവരൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രമേശ് പിഷാരടിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. അതും ടൈറ്റ് മത്സരമായിരിക്കും. അവിടെ പ്രാദേശിക തലത്തിലൊക്കെ വലിയ ഒരു വലിയൊരു സംഘടനാ ബലത്തോടു കൂടി തന്നെ അവിടെ ഇലക്ഷൻ വർക്ക് നടക്കുന്ന ഒരു മണ്ഡലമായിരിക്കും പിഷാരടിയുടെ മണ്ഡലം. അത് കാത്തിരുന്ന് കാണണം. അതോടൊപ്പം തന്നെ ഒറ്റപ്പാലത്ത് മേജർ രവി ദീർഘകാല സിനിമാ പ്രവർത്തനമാണ്. എത്രയോ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം BJPയുടെ അംഗത്വം എടുത്ത വ്യക്തിയാണ്. പരസ്യമായിട്ട് താൻ BJP ആണെന്ന് പറയുന്നത്. പിഷാരടിയും പരസ്യമായിട്ട് കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇല്ല എന്ന് പറയുന്നത്. മറ്റുള്ളവരെയൊക്കെ നമുക്ക് പരസ്യമായിട്ട് ഇതുവരെ ഒരു ഇന്ന പാർട്ടിയിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞവരാരും, അഞ്ജലി ആണെങ്കിലും ശരി, ലക്ഷ്മിപ്രിയ ആയാലും ശരി, വീണ നായരും ശരി, അഖിൽമാരാർ എവിടെയാണ് നിന്നതെന്ന് അഖിൽമാരാറിന് തന്നെ അറിയില്ല എന്ന് തോന്നുന്നു. BJPയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ 2020 പോയിരിക്കുന്നു. ഈ പറഞ്ഞു വന്നത് ഒറ്റപ്പാലത്ത് മേജർ രവി നല്ല മത്സരം മേജർ രവിക്ക് കാഴ്ചവെക്കാൻ പറ്റും. വിജയസാധ്യതയൊക്കെ എങ്ങനെയാണെന്ന് കാത്തിരുന്ന് കാണാം. അപ്പം ഇങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി വന്നപ്പോൾ മേജർ രവിയുടെ പേര് ആദ്യം തന്നെ പ്രഖ്യാപിച്ചു. ഓരോ സ്ഥാനാർത്ഥികളും പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യ
വളരെ പ്രാധാന്യം സിനിമാ താരങ്ങളെ ഇറക്കിയുള്ള ഒരു സംവിധാനം. സിനിമാ താരങ്ങളെയാണ് BJP, നമുക്കറിയാം ഇപ്പോൾ മേൽത്തട്ടിലാണെങ്കിലും MP മാരാണെങ്കിലും ഒക്കെ സിനിമാ താരങ്ങൾ ഒത്തിരി ഈ BJPയുടെ കൂടെ ഉണ്ട്. ആ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഇലക്ഷനും BJP NDA സഖ്യം താരങ്ങളെ ഇറക്കിയിരിക്കുന്നത്. ഇനി ഇലക്ഷൻ നടക്കാൻ നമുക്കറിയാം വളരെ കുറച്ച് ദിവസം, 10-20 ദിവസം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് 2,70,00,000 വോട്ടർമാരുള്ള കേരളത്തിൽ 1,31,00,000 പുരുഷ വോട്ടർമാരും 1,38,00,000 സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത്. 277 ട്രാൻസ്ജെൻഡർമാരുമാണ് ഈ തവണ വോട്ട് ചെയ്യാനുള്ളത്. വളരെ പ്രതീക്ഷയോടുകൂടിയുള്ള ഇലക്ഷനാണ്. ആര് വരുമെന്ന് കാത്തിരുന്ന് കാണാം. വോട്ടെണ്ണൽ മെയ് 4-ന് വോട്ടെണ്ണലാണ്. മെയ് 4-ന് ആരാണ് ഇനി ഭരണത്തിൽ വരിക എന്ന് കാത്തിരുന്ന് കാണാൻ വേണ്ടിയുള്ള ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് നടക്കുന്നു. BJP NDA കക്ഷിയിൽ സ്ഥാനാർത്ഥികളുടെ നിർണയത്തിൽ താരങ്ങളെ നിർത്തിക്കൊണ്ടുള്ള ഒരു പരീക്ഷണത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും താരങ്ങളെല്ലാം ഇന്ന് മുതൽ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നു എന്നാണ് നമുക്ക് കിട്ടുന്നത്. 2020 ഇന്നാണ് പത്രസമ്മേളനം നടത്തി അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി. അവരെല്ലാം 2020 സ്ഥാനാർത്ഥിയാവും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ, ഈ സ്ത്രീകൾ പ്രതീക്ഷിച്ചില്ല നമ്മൾ ഈ അമ്മയിൽ നിന്ന പ്രതിനിധികളൊക്കെ ഇങ്ങനെ സ്ഥാനാർത്ഥിയാവുന്നു. അമ്മയ്ക്ക് വലിയ മുതൽക്കൂട്ട് ആകുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ സ്ഥാനാർത്ഥികളെ അമ്മയ്ക്ക് എക്സിക്യൂട്ടീവ് വിജയിപ്പിക്കുക, സ്ഥാനാർത്ഥികളെ കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് പോകുന്നുണ്ട്. കാത്തിരുന്ന് കാണണം ഇവരുടെയൊക്കെ വിജയപരാജയങ്ങൾ. ഈ പറഞ്ഞ പോലെ ഈ പെരുമ്പാവൂർ കോൺഗ്രസിൽ വലിയ ഭിന്നത ഉണ്ടാകുന്നുണ്ട്. കാരണം നിലവിലെ സിറ്റിംഗ് MLAക്ക് സീറ്റ് കൊടുക്കാതെ കോൺഗ്രസിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് മുതലെടുക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ലക്ഷ്മിപ്രിയ വരുന്നത്. അതോടൊപ്പം തന്നെ പല സ്ഥാനാർത്ഥികളും അങ്ങനെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി ഇലക്ഷന് വളരെ ചുരുക്ക ദിവസമുള്ളൂ. എല്ലാ ദിവസവും ഇലക്ഷൻ അപ്ഡേറ്റുമായി നമ്മളും വാർത്തകളുമായിട്ടുണ്ടാകും.